കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. കോടതി നിരീക്ഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരെ നിയമിച്ചു. അവിടെയും ക്രൈസ്തവ പ്രാതിനിധ്യം അവിടെ ലഭിച്ചിട്ടില്ല. മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ഭരണഘടന നൽകുന്ന ഉറപ്പ്, ഇതെല്ലാം പൂർണ്ണമായി പാലിക്കപ്പെടണം എന്നുള്ളത് ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ ക്രൈസ്തവരിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും അസ്വസ്ഥത സ്വാഭാവികമായി ജനിപ്പിക്കുമല്ലോ. ഈ കഴിഞ്ഞ ദിവസമാണ് പ്രവേശന പരീക്ഷ, JEE-യുടെ പ്രവേശന പരീക്ഷ ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹാവ്യാഴം ദിവസങ്ങളിലൊക്കെ വെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഞാൻ ഒരു കത്തയച്ചിരുന്നു. ബഹുമാന്യനായ സുരേഷ് ഗോപി മന്ത്രി, അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയക്കുന്നതാണ് നല്ലത്, അദ്ദേഹം ആ കാര്യം ഓഫീസിൽ എത്തിച്ചു കൊള്ളാമെന്ന്. അപ്പോൾ ചെറിയൊരു ആശ്വാസമായി. ഒരു ഉത്തരവ് വന്നത് പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതല്ല, പരീക്ഷ എഴുതുന്നവർക്ക് വേറൊരു ദിവസം കൂടി ഓപ്ഷൻ കൊടുക്കാം. ഇനിയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പരിശീലനം വെച്ചിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അപ്പോൾ പറയുന്ന ഒരു വിശദീകരണം, ഈ ഇലക്ഷൻ അടുത്തു പോയതുകൊണ്ട് ഇങ്ങനെ വളരെ കോമ്പാക്റ്റായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇലക്ഷൻ വെച്ചത് ഇവിടുത്തെ ജനങ്ങളല്ലല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഇത്രയും ഒരു കോമ്പാക്റ്റായി ഇതെല്ലാം വരുമെന്നുള്ളത് ജനങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന നടത്തിപ്പുകാർക്കാണ്. അപ്പോൾ ഇത് പടിപടിയായി ഇങ്ങനെയുള്ള ആശങ്കകൾ ചെറുതാണ് എന്നൊരുപക്ഷെ ദൂരെ നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിലും ഇതനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണ്. ദുഃഖവെള്ളി, പെസഹ വ്യാഴം എന്നുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്വം പരിശീലനത്തിനായി വിളിച്ചാൽ അത് പോകാതിരിക്കുക, അത് സാധ്യമല്ല. അപ്പോൾ ഇവർക്ക് ഈ ശുശ്രൂഷകളിലെ ചടങ്ങുകളിലൊന്നും സംബന്ധിക്കേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന ഒരു ഭരണഘടന മുമ്പിൽ വെച്ചുകൊണ്ട് അധികാരമേൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാ വിഭാഗങ്ങൾക്കും കൂടി അനുഭവേദ്യമായി വരേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ FCRAയുടെ പുതിയ ഒരു നിയമം വന്നിരിക്കുന്നത്. ഇത് ക്രമാനുഗതമായി ഇങ്ങനെ വരുന്ന അസ്വസ്ഥതകൾ വളരെ ആശങ്ക ഉളവാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സഭകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCI, അതുപോലെ കേരള കത്തോലിക്ക സഭയുടെ സമിതി, ഇന്ന് ഞങ്ങൾ വൈകുന്നേരം KCBCയുടെ ഒരു പൂർണ്ണ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും മറ്റ് സഭാധ്യക്ഷന്മാരുണ്ട്. എല്ലാ സഭകളിലെയും സഭാധ്യക്ഷന്മാർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന നിലയിലുമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഈ സഭകളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് ദേശീയ തലത്തിലുള്ള പ്രധാന പാർട്ടികൾ എല്ലാം ആവശ്യപ്പെടുന്ന കാര്യം, ഇതിനുള്ള റിവിഷൻ ആവശ്യമാണ്, ഇത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് സഭ മുൻപോട്ട് വയ്ക്കുക. ഇത് പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ വരുത്താനുള്ള നീക്കം നടക്കുന്നു, അങ്ങനെ സംശയിക്കുന്നു? നമ്മൾ ഈ കണ്ടുവരുന്ന ചില കാര്യങ്ങളിൽ ഉള്ള നിരീക്ഷണം അതാണ്. അതായത് ഇതിങ്ങനെ
ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്ന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി ഈ കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അനേകം നിയമങ്ങളുണ്ട്. അതിപ്പോൾ പൊടുന്നനവേ ഇപ്പോൾ FCRI നിയമത്തിൽ വരുന്നതിന് എന്താ കാരണം? അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായി മനുഷ്യർക്ക് വരുന്നത് ഇതാണ്, ഇത് ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഇങ്ങനെ ഒരു പരിധിയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ ആ ആളിനെ കുറ്റം പറയാനാവില്ല. അതില്ലാതാക്കുകയാണ് ഈ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമമൊക്കെ BJP നേതാക്കളുടെ ഭാഗത്ത് ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി എത്തുന്നു, അങ്ങനെയൊക്കെ കുറെ കാലമായി ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്, അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് ക്രൈസ്തവരെ മാത്രമല്ല, കേക്ക് എല്ലാവർക്കും നല്ലതല്ലേ? ക്രിസ്ത്യാനിക്ക് മാത്രമല്ലല്ലോ കേക്കിൻ്റെ മധുരമുള്ളത്, എല്ലാവർക്കും നല്ലതാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തണം, ഒരു വിഭാഗവും അകന്നു പോകരുത്. ദേശം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഭരണഘടനയും ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വവും സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഭരണാധികാരിയുടെ മികവ്. അപ്പം അതുകൊണ്ട് അത് ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മുടെ പൊതുവായ നിലപാട്. അതിൽ വ്യത്യസ്തമായി നമ്മളത് ചിന്തിക്കുന്ന വിഷയമേ അല്ല. പണം ഒഴുക്കുന്നത് ഈ ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സഭയടക്കമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് പരിഹരിച്ചതിന് ശേഷം അവരുടെ ആ കൺഫ്യൂഷൻ മാറ്റിയതിനു ശേഷം നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ BJP-യുടെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തൊരു ചർച്ച ഉണ്ടായോ എപ്പോഴെങ്കിലും സഭയുമായി? എനിക്കറിയാവുന്ന ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇനി ഞാൻ ഇപ്പോൾ ഈ TV-യിലൊക്കെ കാണുന്ന കാഴ്ച ചർച്ചയില്ല എന്നാണ്. ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ടേ ചർച്ചയില്ലെന്ന് ഇനിയും പറയുന്നത്. ചർച്ച ആരോട് നടത്തി? ഔദ്യോഗികമായി ഒരു ബോഡിയിലും ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ. ഇനി ഇങ്ങനെയുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇത് പൊതുവായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഒരു അപ്പെക്സ് ബോഡിയിലെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യുമ്പോൾ ക്ലാരിറ്റി വരുമല്ലോ. ഉദാഹരണത്തിന് അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക്, ഇന്റേണൽ സെക്യൂരിറ്റിക്ക് തടസ്സം ഉണ്ടാകുന്നത് പോലെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹം കൊണ്ട് ഞങ്ങളോടൊന്ന് അറിയട്ടെ, ഞങ്ങൾക്ക് അവരെ തിരുത്തണമല്ലോ. അപ്പം അതൊരു വിശാലമായ ഒരു ചർച്ച വേണ്ടേ? ആ ചർച്ച നടന്നിട്ടില്ല. ഇനി ആ ചർച്ച ഇനിയും നടക്കാതിരിക്കേണ്ട കാര്യവുമില്ല.